നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ, ക്രൈസ്തവ സഭകളും ചില സംഘടനകളും വ്യക്തിപരമായി വിശ്വാസികളും എല്ലാം BJPയെ അംഗീകരിച്ചു തുടങ്ങിയിരുന്നത്. അതുവരെ BJPക്ക് അയിത്തം കൽപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. വളരെ ചുരുക്കം പേരായിരുന്നു BJPയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കണ്ട് അവരോടൊപ്പം നിൽക്കുകയും അവരെ വേണമെങ്കിൽ പിന്തുണയ്ക്കാം എന്ന ഒരു നിലപാടുമായി ഉണ്ടായിരുന്നത്. പക്ഷേ മൊത്തത്തിൽ ക്രൈസ്തവ സഭ ഒന്നടങ്കം, ക്രൈസ്തവ വിശ്വാസികൾ ഒന്നടങ്കം BJPക്ക് എതിരായിട്ട്. അതിനൊരു പരിധിവരെ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് എതിരെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ കാരണമായിട്ടുണ്ട്. അതായത് BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്, BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ BJP RSSൻ്റെ ഒരു വിങ്ങാണ്, BJPക്കും RSSനും ഒന്നും ഈ ക്രൈസ്തവ സഭകൾ നടത്തുന്ന മതപരിവർത്തനത്തോട് യോജിക്കാൻ കഴിയില്ല, അവർ ഈ മതപരിവർത്തനത്തെ ശക്തമായി എതിർക്കും, അതുകൊണ്ട് തന്നെ ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പള്ളികൾ പോലും പൊളിച്ചു കളയാനുള്ള സാധ്യതയുണ്ട്, ക്രിസ്ത്യാനികളെ ആട്ടിപ്പുറത്താക്കാനുള്ള നിയമം പാസ്സാക്കിയെന്ന് വരും, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യരുത് എന്നൊരു സന്ദേശം ഈ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവർ ഒന്നടങ്കം UDFനും LDFനും മാറി മാറി പിന്തുണച്ചുകൊണ്ടുമിരുന്നു. ഇവരുടെ ചില സ്ഥാപനങ്ങൾ ഇവർക്ക് ഭരണകൂടത്തിൽ നിന്നും പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഭരണകൂടത്തിൽ നിന്നും ചില സഹായങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഭരണത്തിലിരിക്കുന്നത് ആരാണോ അവരെ ഇങ്ങനെ അനുനയിപ്പിച്ച് നിർത്തുക, അവരുമായി ചേർന്ന് പോവുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ദീർഘകാലമായി കേന്ദ്ര ഭരണം കൈയാളുന്നത് BJPയാണ്. കഴിഞ്ഞ 10-11 വർഷമായി തുടർച്ചയായി 3-ാം തവണയാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. ഇനി കുറേ കാലത്തേക്ക് മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരും എന്ന് ആർക്കും വലിയ ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ BJPയോട് അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കേണ്ടതില്ല എന്ന് ഒരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും തീരുമാനിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ കൂട്ടത്തോടുകൂടി ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യാനികൾ BJPയിലേക്ക് വന്നു എന്ന് മാത്രമല്ല, BJPയുടെ ആശയധാരയുമായി യോജിച്ചു പോകാം എന്ന തീരുമാനമെടുക്കുന്നു. മാത്രമല്ല, ഈ കേരളത്തിൽ ജിഹാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അവർ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ മൊത്തത്തോടെ മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ടുപോകുന്നതിലെ വിഷയം, ഇതെല്ലാം തന്നെ വളരെ ക്രിയാത്മകമായി പരിഹരിക്കാനും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാനും കഴിവുള്ള പാർട്ടിയായി അവർ BJPയെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ മൊത്തത്തോടെയല്ല, വളരെ ചെറിയൊരു ശതമാനം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ശതമാനമാണ്. BJP ഈ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു 10% അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം അങ്ങനെ മാറിയാൽ അവർക്ക് ഈ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതിനുവേണ്ടി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്, ഇപ്പോഴും ശ്രമിക്കുകയുമാണ്. ആ ശ്രമങ്ങൾ ഏതാണ്ട് വിജയം കണ്ട് വരുന്നിടത്താണ് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യവും, കാരണം മതപരിവർത്തനത്തെ പിന്തുണയ്ക്കാൻ ഒരിക്കലും BJPക്കോ മറ്റു സംഘപരിവാർ സംഘടനകൾക്കോ സാധിക്കില്ല. അതേസമയം തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻ സഭകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം BJP എങ്ങനെ കൈകാര്യം ചെയ്യും, അതൊരു പ്രതിസന്ധിയാണ് BJPക്ക്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് പരമാവധി BJPയിൽ നിന്നും ക്രൈസ്തവ അംഗങ്ങളെ, ക്രൈസ്തവ മതവിശ്വാസങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് LDFും UDFും നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് വലിയ ചർച്ചയായി മാറിയത്. എത്ര കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, എത്ര ഈ പള്ളിയിലച്ചന്മാരാണ് ഉത്തരേന്ത്യയിൽ മതപരിവർത്തനത്തിന് ശ്രമിച്ച് തടഞ്ഞു വയ്ക്കപ്പെട്ടത്, എത്ര പേർക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി, അതൊന്നും വലിയ ചർച്ചാ വിഷയമായില്ല. ഇപ്പോൾ ഈ വിഷയം ചർച്ചാ വിഷയമാകാൻ കാരണം BJP ക്രിസ്ത്യൻ വോട്ടുകളെ ആകർഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഏതാണ്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ മതപുരോഹിതൻ അല്ലെങ്കിൽ മത നേതാവ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത്, ഞങ്ങൾ തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്തത് ദില്ലിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണമോ എന്ന് ആശങ്ക. യുഹാനോൻ മിലിത്തിയോസ്, മാർ മിലിത്തിയോസ് എന്നൊക്കെ വിളിക്കുന്ന ഈ ബിഷപ്പാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റ് കണ്ടാലുടൻ BJPക്ക് ഇതാ ക്രൈസ്തവ സഭകളുടെ പിന്തുണ നഷ്ടമാകുന്നു എന്ന രീതിയിലുള്ള ഒരു ചിത്രം അതുണ്ടാക്കിയെടുക്കാനാണ് എല്ലാ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കള്ളക്കളി സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുകയാണ്. അതായത് 3 തരത്തിലുള്ള ആളുകളാണ് ഈ BJPയും ക്രിസ്ത്യാനികളും സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വരുന്നത്. അതായത്, BJPയിലേക്ക് പോകാം, BJP അയിത്തം കൽപ്പിച്ച് നിൽക്കേണ്ട പാർട്ടിയല്ല, വേണമെങ്കിൽ ഞങ്ങൾ BJPയെയും പിന്തുണയ്ക്കും എന്ന തീരുമാനമെടുത്തുകൊണ്ട്, ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് BJPക്കൊപ്പം വന്ന ഒരു വിഭാഗം, ചെറിയ വിഭാഗം ക്രിസ്ത്യാനികൾ. മറുവിഭാഗം ആണെങ്കിൽ
BJP ഓക്കെയാണ്, അവർ ഭരണത്തിലിരിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഈ താമര ചിഹ്നത്തിലൊന്നും വോട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ അരമനയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ മത നേതൃത്വം നൽകുന്ന നിർദ്ദേശം നൽകുന്നതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നൊരു മറുവിഭാഗം. ഇനി എത്ര ഒരു കാരണവശാലും ആരൊക്കെ പോയാലും ഞങ്ങളില്ല എന്ന് മാത്രമല്ല, കടുത്ത മോദി വിരുദ്ധത വിളമ്പുന്ന ഈ അന്തം കമ്മികളെ പോലെ തന്നെ പെരുമാറുന്ന ഇത്തരത്തിലുള്ള ബിഷപ്പുമാരുമുണ്ട്. ഇങ്ങനെ 3 വിഭാഗക്കാരായി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കടുത്ത അന്തം കമ്മികളെ പോലെ, കടുത്ത BJP വിരുദ്ധരെ പോലെ പെരുമാറുന്നവരിൽ ഒരാളാണ് ഈ പറയുന്ന മാർ മിലിത്യോസ്. ഞങ്ങൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാർ മിലിത്യോസ് ഒന്നും ഒരു കാരണവശാലും BJPയെ പിന്തുണയ്ക്കുന്നയാളല്ല. ഇദ്ദേഹത്തിൻ്റെ പഴയകാല പോസ്റ്റുകൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. അതായത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് BJP സർക്കാരിനെതിരെ മറ്റ് സംഘടനകൾക്കെതിരെയെല്ലാം വലിയ വിമർശനം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. ഒരുപക്ഷെ മറ്റു പലരും ആ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ടാകാം. അത് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഒത്തുതീർപ്പിന് വഴങ്ങാത്ത ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. VSന്റെ നിര്യാണത്തെ തുടർന്നുള്ള ഒരു പോസ്റ്റായിരിക്കാം. അതിനുമപ്പുറം നിരവധി പോസ്റ്റുകൾ ഈ മാർ മിലിത്യോസ് BJPക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പഴയ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ തികഞ്ഞ BJP വിരുദ്ധത നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കടുത്ത വിരോധം ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വാരാണസിയിൽ കുറച്ച് സമയത്തേക്ക് ഈ വോട്ടെണ്ണൽ നടക്കുന്നതിനിടെ പിന്നിലായി എന്ന വാർത്ത വന്നപ്പോൾ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. കുറച്ച് സമയത്തൊക്കെ ആണെങ്കിലും ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് വരിക സ്വാഭാവികം മാത്രമാണ്. നമുക്കറിയാം, സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കുറിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MP ആയി, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല, അതിന് മുമ്പ് 5 വർഷം മുമ്പ് അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ MP ആയി തന്നെ പ്രവർത്തിച്ചയാളാണ്. രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹം അവിടെ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പിന്നീട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, 2 വട്ടവും തോൽക്കുന്നു. എങ്കിൽ പോലും അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചയാളാണ്. അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് 3ാം തവണ വിജയം സമ്മാനിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ. ആധികാരികമായ വിജയമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഈ സുരേഷ് ഗോപിക്ക് നൽകിയത്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം മണ്ഡലത്തിൽ സജീവം തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല, ഇത്രയധികം മണ്ഡലത്തിൽ സജീവമായ മറ്റൊരു MP കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു MPക്കെതിരെയാണ് ഈ രീതിയിൽ, കാരണം കന്യാസ്ത്രീകളുടെ വിഷയമുണ്ടായപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ടില്ല എന്നൊരു വിചാരമുണ്ടാക്കുക, സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കിട്ടിയിട്ടുള്ള പിന്തുണ ഇല്ലാതാക്കുക എന്ന പ്രവർത്തനത്തിൽ ഇദ്ദേഹവും പങ്കാളികളാണ്. ഇപ്പോൾ എന്തായാലും ഈ കന്യാസ്ത്രീ വിഷയത്തെ തുടർന്ന് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെടണം എന്നിവർ നിർബന്ധം പിടിക്കുകയാണ്. സുരേഷ് ഗോപി എല്ലാ കാര്യത്തിലും ഇടപെടണമെന്നാണ്. പാർട്ടിയുടേതായ സംവിധാനങ്ങളുണ്ട്. ഓരോ വിഷയത്തിലും ആരൊക്കെ ഇടപെടണമെന്ന് പാർട്ടി തീരുമാനിക്കും. ആ ഇടപെടലുകൾ ഈ BJPയുടെയും അതുപോലെ തന്നെ RSSൻ്റെയും ഒക്കെ പ്രഖ്യാപിത നിലപാടുകൾ മതപരിവർത്തനത്തിനെതിരെ ആണെങ്കിൽ പോലും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് കന്യാസ്ത്രീ വിഷയത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും അതിൽ കൃത്യമായ മാറ്റം കൊണ്ടുവരികയും ചെയ്ത പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർ മണ്ഡലത്തിൽ BJPക്കുള്ള ഒരു ക്രിസ്ത്യൻ പിന്തുണ ഇല്ലാതാക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത്. എന്തായാലും കന്യാസ്ത്രീ വിഷയത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള ക്രിസ്ത്യാനികളാണ്. അതിൽ മറ്റ് 2 വിഭാഗങ്ങളിൽ നിന്നും തീർച്ചയായും വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ഈ വിമർശിക്കുന്നവരൊന്നും ഒരിക്കലും BJPയെ പിന്തുണച്ചിട്ടില്ലാത്തവരാണ്. BJPയെ പിന്തുണയ്ക്കുന്നവരാരും തന്നെ വിമർശന രംഗത്ത് വന്നിട്ടുമില്ല എന്ന യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഈ മിലിത്യോസിനെ പോലുള്ളവരുടെയൊക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തീർച്ചയായും BJPക്കെതിരെ ഒരു ആൻറ്റി BJP രാഷ്ട്രീയം കളിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ബിഷപ്പുമാർക്ക് കടുത്ത രാഷ്ട്രീയമുള്ളവരുണ്ട്. അവരുടെ രാഷ്ട്രീയം അവർ ഈ സഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആ സമയത്തിട്ട പോസ്റ്റ് വരെ ഇപ്പോൾ ചികഞ്ഞെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഈ പറയുന്ന മാർ മിലിത്യോസിനെ എയറിൽ തന്നെ നിർത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.